ഹായ്, ഇന്ന് നമുക്ക് പെസഹ അപ്പവും പാലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പെസഹ വ്യാഴാഴ്ചയാണ് വീടുകളിൽ ഈ അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. ഫ്രൈ പാനിലേക്ക് 1/4 കപ്പ് ഉഴുന്ന് ചേർത്തിട്ട് ഇത് വറുത്തെടുക്കണം. ഉഴുന്ന് നല്ലപോലെ മൂത്ത് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന പോലെ തന്നെ വറുക്കണം. വറുക്കാതെയും ചെയ്യാറുണ്ട് കേട്ടോ, അതൊക്കെ ഓരോ ഭാഗങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പെസഹ അപ്പം അരി കുതിർത്തിട്ടും അതുപോലെ വറുത്ത അരിപ്പൊടി കൊണ്ടും ചെയ്യാറുണ്ട്. അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഉഴുന്ന് കുതിർക്കാതെ മിക്സിയിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്താൽ മതി. നമ്മൾ ഇന്ന് അരി കുതിർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അരിയും ഉഴുന്നും കഴുകിയ ശേഷം നല്ല വെള്ളം ചേർത്തിട്ട് 3 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം. 3 മണിക്കൂറിൽ അരിയും ഉഴുന്നും ഒക്കെ ഇവിടെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ചെറിയ അളവായതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ഒന്നും ആക്കുന്നില്ല, ഒരുമിച്ച് തന്നെ അരയ്ക്കാം കേട്ടോ. മിക്സിയുടെ വലിയ ജാറിലേക്ക് ഉഴുന്നും അരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് അരയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. മാവ് ചെറിയ തിക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ജാറിലേക്ക് തന്നെ നമുക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 5 ചെറിയുള്ളി ചേർക്കണം. 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണിനടുത്ത് ജീരകം ചേർക്കാം. അല്പം വെള്ളം ചേർത്തിട്ട് ഇതും അരച്ചെടുക്കണം. തേങ്ങ നല്ലപോലെ അരയരുത്, ഒതുക്കിയതുപോലെയും അല്ല വേണ്ടത്. ചെറിയ തരിതരിപ്പായിട്ട് ഇതുപോലെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതും പാത്രത്തിലേക്ക് മാറ്റാം. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ കൂട്ട് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. പുളിപ്പിക്കാതെയാണ് പെസഹ അപ്പം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിൽ കൂടുതൽ സമയം വെക്കരുത്. 1 മണിക്കൂർ ആകുമ്പോൾ എണ്ണ പുരട്ടിയ പാത്രത്തിലേക്ക് മാവ് ഒഴിക്കാം. ഈ അളവിൽ നിന്ന് തിക്കായിട്ടുള്ള 2 അപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ ആവി വരുമ്പോൾ പാത്രം വെച്ച് 15-20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം കുക്കായി കഴിഞ്ഞാൽ പുറത്തെടുത്ത് വയ്ക്കാം. ഇതിന്റെ ചൂട് മാറണം. ഈ അപ്പം വേവിക്കുമ്പോൾ തന്നെ നമുക്ക് പെസഹ പാലും ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് 1/2 കപ്പ് നിറയെ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുകിയ ശേഷം വേറൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കണം. നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി എടുത്താൽ മതി. ഇതിലേക്ക് ഈ ശർക്കര പാനി ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, വെറുതെ വെച്ചതാണ്. അരിപ്പൊടിയും ശർക്കരയും കട്ടയില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ ചേർത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അരിപ്പൊടിയൊക്കെ വെന്ത് ഈ പാല് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഇതുപോലെ കുറുകി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നുള്ള് ജീരകം കൂടെ ചേർക്കാം. കുറച്ച് സെക്കൻഡ് മിക്സ് ചെയ്യണം. എന്നിട്ട് തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. ചെറിയ തീയിൽ ചൂടാക്കിയെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പെസഹ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടുകാരൊക്കെ ചേർന്ന് പെസഹ അപ്പം മുറിച്ച് പെസഹ പാലും ചേർത്തിട്ടാണ് കഴിക്കുക കേട്ടോ. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.